അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما റബ്ബി സിദ്നാ ഇൽമാ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അതിമഹത്തായ അനുഗ്രഹം അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയത് കൊണ്ടാണ് എപ്പോഴും അള്ളാഹുവിനെ ഓർത്ത് കുറച്ചു സമയം നമ്മുടെ ജീവിതത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഭാഗമായിക്കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ദീനി സദസ്സിൽ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അൽഹംദുലില്ലാ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എപ്പോഴും അള്ളാഹു ഈ ഒരു പരിഗണനയും ഈ ഒരു തെരഞ്ഞെടുക്കലും നമുക്ക് അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ മാർഗത്തില്, ദീനി മാർഗത്തില് ഖുർആനിനെ പഠിച്ചും പാരായണം ചെയ്തും ജീവിതത്തിൽ പകർത്തിയും പ്രാവർത്തികമാക്കിയും യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 2 ദിവസം മുമ്പ് ഞാനൊരു വോയിസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്ന ഒരു 5 മിനിറ്റ് ഉള്ള ഒരു വോയിസ് ആണ്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് ആ ഖുർആൻ നമ്മള് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ആ ഖുർആൻ നമുക്ക് ഇല്ല എങ്കിൽ, ഖുർആനിനെ നമ്മൾ ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ പൂർണ്ണമായും നഷ്ടക്കാരാണെന്ന് പറയുന്നത് അല്ലെ. ഒരു മയ്യത്ത് പോലെയാണ്, അതായത് ജീവനില്ലാത്ത ഒരു ശവശരീരം പോലെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ട വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വാക്കുകളാണത്. നമുക്ക് ഈ ഖുർആനിനെ പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാം അല്ലാഹു തആല നമുക്ക് അവസരം തന്നിട്ടും അതിന്റെ മാർഗത്തിൽ വേണ്ടത്ര പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, ഈ പറഞ്ഞ അതിൽ പറയുന്നത് എന്താ വെച്ചാല്, നിന്റെ ഹൃദയത്തിന് ജീവനില്ല, ലാ ഹയാത ലി ഖൽബിക അല്ലെ. അതുപോലെ തന്നെ നിനക്ക് ശരിയായ പ്രകാശം എന്താണെന്ന് കാണാനും സാധിക്കില്ല. അതുപോലെ അവിവേകത്തിൽ നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കൂല. യഥാർത്ഥ മാർഗദർശനം എന്താണെന്ന് അത് ലഭിക്കൂല ഈ ഖുർആന് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് എല്ലാ നിലക്കും നമുക്ക് ജീവസുറ്റ ഹൃദയങ്ങളുടെ ഉടമകളായി പ്രകാശപൂരിതമായി പ്രശോഭിക്കുന്ന, മറ്റുള്ളവരിലേക്ക് പ്രകാശം ചൊരിഞ്ഞു കൊടുക്കുന്ന നൂറായി ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ, അവിവേകങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ ഖുർആനിന്റെ ആളുകളായിട്ട് മാറണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് മാഷാ അല്ലാഹ് ഖുർആനിന്റെ പഠനം പല നിലക്കും നമ്മുടെ ഗ്രൂപ്പിലൂടെ നടക്കുന്നുണ്ട്. ഓരോരുത്തരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ഞാൻ ഒറ്റക്ക് പഠിച്ചോളാം, ഗ്രൂപ്പിന്റെ കൂടെ എനിക്ക് ശരിയാവൂല, ചോദ്യം ചോദിക്കൽ എനിക്ക് ശരിയാവൂല, ഓതിയൽ എനിക്ക് ശരിയാവൂല, പറഞ്ഞു കൊടുക്കൽ എനിക്ക് ശരിയാവൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് പ്രത്യേകം പറയാനുള്ളത്, ഒറ്റയ്ക്കാകുമ്പോൾ ചെന്നായ പിടിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അല്ലെ. കൂട്ടത്തിലാകുമ്പോൾ അവിടെ ആ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. പിശാച് എപ്പോഴും നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും നോക്കും. പിശാച് നമ്മളോട് പറയും, നിനക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ എല്ലാവരും കൂടെ പഠിക്കുമ്പോൾ ആൾക്കാരെല്ലാം അറിയൂലേ നീ പഠിക്കുന്നതെല്ലാം, നിനക്ക് ഒറ്റക്ക് ആരും അറിയാണ്ട് അതല്ലേ ഏറ്റവും നല്ലത് അല്ലെ, അതില്ലേ നല്ല ഖലാസ് കിട്ടാന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താക്കും, ആ വഴിയിൽ നിന്ന് തിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മള് ഒറ്റപ്പെടും. എന്നിട്ട് നമ്മള് പഠിക്കാന്ന് വിചാരിക്കും, പഠിക്കൂല അല്ലെ. എന്നിട്ട് ആ വഴിയിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാവും. പിശാചിന്റെ കണ്ണിയിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് അത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. ആദം അലൈഹി ഇസ്ലാമിനോട് പിശാച് എന്താ പറഞ്ഞത്, നിനക്ക് സ്വർഗത്തിൽ കാലാകാലം താമസിക്കാനുള്ള ഒരു മരം, ഒരു പഴം, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം, അത് കഴിച്ചാൽ നീ പിന്നെ സ്വർഗത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു പോകില്ല എന്നാ പറഞ്ഞത് അല്ലേ. സുബ്ഹാനല്ലാഹ്. എന്തൊരു വഞ്ചിക്കലാന്നല്ലേ. ഇങ്ങനെ നമ്മളൊക്കെ പറ്റിക്കാം, നമ്മളൊക്കെ അതിൽ പെടുകയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം പറയുന്ന ഒരു പെർഫെക്ഷൻ, ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് നന്നായിക്കോളാം, ഞാൻ ഒറ്റയ്ക്ക് ഏറ്റവും നന്നായിട്ട് ബെസ്റ്റ് ആകാം എന്നൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങനെ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ്, അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ചിലപ്പോ വളരെ അപൂർവമായിട്ടൊക്കെ ചിലർക്ക് അതിന് സാധിച്ചേക്കാം. എന്നിരുന്നാലും പിന്നെ ഞാൻ പറയാ, ഓരോരുത്തരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ചെറിയ വളരെ സ്ലോലി ആയിട്ട് പോകുന്ന ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ആഴ്ചയിൽ ഒരായത്ത് എന്നുള്ള നിലക്കൊക്കെ പോകുന്ന ഗ്രൂപ്പുകളുണ്ട്. മാഷാ അല്ലാഹ്. ഒരുപാട് വർഷം എടുക്കുമായിരിക്കും ഖുർആൻ പഠിച്ചു കഴിയാൻ. പക്ഷെ എന്നാലും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഖുർആൻ പഠിതാക്കളായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ ഒരു സഹായം നമുക്ക് എപ്പോഴും ഉണ്ടാവും ചെയ്യും. മാത്രമല്ല
പിന്നെ നമ്മൾക്ക് അല്ലെ നമ്മളെ കൽബുകൾക്ക് ഒരു ജീവൻ, ഒരു എന്താ പറയാ, ഒരു ഹയാത്താണ് നമുക്ക്. പിന്നെ ഒരു പ്രകാശം, ഇത് സമാധാനം. ആ സമാധാനം എന്ന് പറയുന്നത് ശരിക്കും അത് ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടും അല്ലെ. ഖുർആനിന്റെ പാരായണം ഉള്ള വീടുകളിൽ എപ്പോഴും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നില്ലേ. ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് മലക്കുകൾ എന്തായാലും ഉണ്ടാവും, അവർ സന്നിഹിതരാകും, അവർ കേൾക്കാൻ അവിടെ ഇരിക്കും എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ നമ്മുടെ വീടുകൾ ഖുർആനിന്റെ വീടുകളാകണം, ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് മുഖരിതമാകണം, അതിന്റെ പഠനം കൊണ്ടും. മാഷാ അല്ലാ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഖുർആൻ കൊണ്ട് തുടങ്ങുമ്പോ തന്നെ അല്ലെ, നമ്മളെ സമയത്തിനും നമ്മുടെ ദിവസത്തിലും എല്ലാ കാര്യത്തിലും നമുക്ക് ബർക്കത്ത് ഉണ്ട് എന്നുള്ള പറഞ്ഞ കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്ന കാര്യം. അപ്പൊ അത്രയും ബർക്കത്തുള്ള ഈ പരിശുദ്ധ ഖുർആനിനെ മാറ്റി വെച്ചുകൊണ്ട് വേറെ എന്ത് നമ്മൾ ചെയ്തിട്ടും അതിലൊരു ബർക്കത്ത് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ തന്നെ നമ്മൾ എന്താക്കുക, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നിസ്കാരം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴും എന്താ പറയാ, അലസതയും പിന്നെ അലംഭാവവും കാണിക്കുന്ന ഒരു ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമയത്തിന് ഏറ്റവും ആദ്യം അവ്വല് വക്തിൽ തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് ഏത് സാഹചര്യത്തിലും നിസ്കാരം എന്നുള്ളത് നിർബന്ധമാണ് അല്ലെ. നിസ്കാരം യുദ്ധ സാഹചര്യത്തിൽ പോലും നിങ്ങൾ നിസ്കരിക്കണ്ട, യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിച്ചോ എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അത് നിങ്ങളൊന്ന് ഓർത്താൽ മതി. ഇപ്പൊ നമ്മൾ സൂറത്ത് ആൽ ഇമ്രാന്റെ ഈ ഭാഗങ്ങളിൽ ബദർ യുദ്ധം ഉഹദ് യുദ്ധം ഒക്കെ നമ്മൾ കണ്ടു അല്ലെ. സുബ്ഹാനല്ലാഹ്, അവിടെ ഒന്നും അവർക്ക് നിസ്കാരം ഉപേക്ഷിക്കാനുള്ള ഒരു ഓപ്ഷൻ അള്ളാഹു കൊടുത്തിട്ടില്ല. അവിടെ അവിടെ പോലെ ആ സന്ദർഭങ്ങളിൽ പോലും നിസ്കാരം നിർവഹിക്കാൻ അതിന് ചില ഇളവുകളുണ്ട്. അത് പ്രത്യേകമായ രീതിയിലാണ് നിസ്കാരം എന്നുള്ള വ്യത്യാസം. സുബ്ഹാനല്ലാഹ്. അപ്പം ഇപ്പോഴും നിസ്കാരം കളാക്കുന്ന സഹോദരിമാർ ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇന്നത്തോടെ അത് നിർത്തിക്കും. അങ്ങനെ കളാ ആക്കുക എന്നുള്ള ഒരു സമ്പ്രദായം നമുക്കില്ല. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അനുവദിച്ചിട്ടില്ല. എന്ത് കാരണത്താൽ അല്ലെ, ഒരു യാത്രക്കാർക്ക് അതിന് ഇളവുണ്ട്, രോഗികൾക്ക് അതിന് ഇളവുണ്ട്, എല്ലാവർക്കും ഇളവ് അള്ളാഹു തആല നിശ്ചയിച്ചിട്ട് ഇളവോട് കൂടി നമ്മളത് ആ സമയബന്ധിതമായി നിർവഹിക്കണം. അങ്ങനെയാണ് അതിന്റെ കണക്ക്. പക്ഷെ നമ്മള് നിസ്സാരമായ ചില കാരണങ്ങൾ കൊണ്ട് വൈകിപ്പിച്ച് അവസാനം അത് നഷ്ടപ്പെട്ട് പിന്നെ വേറൊരു സമയത്ത് കളാവിട്ടുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും അത് നിലനിർത്തി കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ നഷ്ടമാണ് സഹോദരിമാരെ, വളരെ 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 വലിയ നഷ്ടമാണ്. നാളെ നമുക്ക് പരലോകത്ത് റബ്ബിന്റെ അടുത്ത് അല്ലെ ഏറ്റവും ആദ്യം സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്ക് സിറാത്തിൽ മിന്നൽ വേഗതയിൽ കടന്നു പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അത് അവിടെ നമുക്ക് സ്വർഗത്തിൽ ഉന്നതമായ ദർജകൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, ഏറ്റവും ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന നമ്മുടെ നിസ്കാരം എന്താകണം, അത് കറക്റ്റ് ആകണം, പെർഫെക്റ്റ് ആകണം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഖുർആനിനെ അവഗണിക്കരുത്. കാരണം ഖുർആനിനെ അവഗണിക്കുമ്പോൾ അള്ളാഹുവിന്റെ അല്ലെ ദിക്റിനെയാണ് നമ്മൾ അവഗണിക്കുന്നത്, അള്ളാഹുവിനെയാണ് നമ്മൾ അവഗണിക്കുന്നത്. അങ്ങനെ നമ്മൾ അവഗണിക്കുമ്പോൾ അവിടെ നമുക്ക് ഇടുങ്ങിയ കുടുസായ ജീവിതമായിരിക്കും ദുനിയാവിൽ ഉണ്ടാകുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ നിസ്കാരം എന്ന് പറയുന്നത് എന്താണ്, അതും അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് അല്ലെ, അള്ളാഹുമായിട്ടുള്ള ആ ഒരു ബന്ധം സ്ഥാപിക്കലാണ്. അപ്പൊ അതിലും നമ്മൾ സൂക്ഷ്മത പാലിക്കണം. ഏറ്റവും ആദ്യം അവ്വൽ വക്തിൽ തന്നെ നിസ്കരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അത് അവിടെ വെച്ചിട്ട് നിസ്കരിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു നോക്കിക്കോ, നമുക്ക് അത് എളുപ്പമായിരിക്കും. നേരെ മറിച്ച് നമ്മൾ അത് കഴിയട്ടെ അത് കഴിയട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് കാര്യങ്ങളൊക്കെ അവിടെ പെൻഡിങ് ഉണ്ടാവും ചെയ്യും, നിസ്കാരം നടന്നിട്ടും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ പിന്നെ യാത്രയിൽ വെച്ചാൽ ചെറിയ അടുത്ത യാത്രകൾ ഉണ്ടാവുമല്ലോ. യാത്ര എന്ന് പറയുമ്പോൾ ജമ്മു കസ്രാക്കാൻ ദൂരപരിധിയുണ്ട്. ദൂര യാത്രകളൊന്നുമല്ല, വളരെ കുറഞ്ഞ അടുത്ത യാത്രകളായിരിക്കും. എന്നിട്ട് പിന്നെ ബാങ്ക് കൊടുക്കാൻ എനിക്ക് കുറച്ച് സമയമുണ്ട്. അപ്പൊ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ ഒരാൾ പറയാം, നമുക്ക് പിന്നെ ഏതായാലും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ട് പോകാലോ. അപ്പോൾ ഒരാൾ വേണ്ട, വേഗം പോകാൻ, അത്രയും ലേറ്റ് ആക്കണ്ട, വേഗം അവിടെ എത്താലോ. ഈ രണ്ട് അഭിപ്രായം, ഇതിൽ നമ്മൾ ഏതാ സെലക്ട് ചെയ്യുക? വേഗം ഇറങ്ങാന്നിട്ട് നടത്തിയിട്ട് നിസ്കരിക്കാന്ന് വിചാരിക്കും അധികം ആൾക്കാരും. ഈ ഒരു 10 മിനിറ്റ് നമ്മൾ നിസ്കാരം പ്രതീക്ഷിച്ച് അവിടെ ഇരുന്ന് നിസ്കരിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യം ഭയങ്കര ഈസി ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ നിസ്കാരം അവിടെ പിന്നെ ബാക്ക് ആക്കിയിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിന്ന് വിചാരിച്ചോ, പെട്ട് കിടക്കും ചിലപ്പോ, പറയാൻ കഴിയില്ല. പലരും ഈ അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ വെച്ചിട്ട് പിന്നെ ബ്ലോക്കിൽ കുടുങ്ങി എന്തെങ്കിലുമൊക്കെ ആയി, അങ്ങനെ നമ്മൾ വിചാരിച്ചതിനേക്കാളും വൈകി നിസ്കാരവും അവിടെ പെൻഡിങ് ആയിട്ടുണ്ടാവും, നമ്മുടെ യാത്രയും നമ്മുടെ ഉദ്ദേശവും എല്ലാം വൈകിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെ താമസം പിടിക്കുന്ന ഒരു അവസ്ഥ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മളെ ദീനിനും അള്ളാഹുവിനും നമ്മൾ മുൻഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യം ആര് ഏറ്റെടുത്തോളും? അള്ളാഹു ഏറ്റെടുക്കും, ഉറപ്പായിട്ട് ഏറ്റെടുക്കും.
നമ്മൾ 5 മിനിറ്റും 10 മിനിറ്റും നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞിട്ട് നിസ്കാരത്തിന് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഒക്കെ നമ്മൾ ഒഴിവാക്കും. എന്ത് തിരക്ക്, എന്താ നമ്മൾ തിരക്കും ആവശ്യങ്ങളും അല്ലെ, അത് വെച്ചിട്ട് നമ്മൾ ഒഴിവാക്കിയതിനെ കൊണ്ട് നമുക്ക് ഒരു നേട്ടവും ഉണ്ടാവില്ല, നഷ്ടേ ഉണ്ടാവും. അതുകൊണ്ട് പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും എളുപ്പം തരട്ടെ എല്ലാ കാര്യങ്ങളും. അതായത് നമ്മളെപ്പോഴും ദീനീ പഠന രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളുകളാണല്ലോ. ഇപ്പം ഈ ഗൂഗിൾ മീറ്റിൽ ക്ലാസ് കേൾക്കുന്നവരൊക്കെ മാഷാ അല്ലാഹ് നല്ല രൂപത്തിൽ കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എക്സാം അറ്റൻഡ് ചെയ്യുന്നവർ അത് ചെയ്യുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് നമുക്ക് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ തുടർ പഠനങ്ങൾക്കുള്ള ഒരു പ്രചോദനമായിക്കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ജസ്റ്റ് അത് മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങി പോകാൻ പാടില്ല. നമ്മളെ ജീവിതം അത് ചിട്ടപ്പെടുത്തണം. ഈ ഒരു ഇതുമായിട്ട് കണക്ഷൻ വേണം അല്ലെ. നമുക്കൊരു അറിവ് പിന്നെ പിന്നെ കിട്ടുമ്പോ അത് എന്താക്കണം എന്നാണ്, അമലാക്കണം എന്നാണ് അല്ലെ. അമൽ ചെയ്തിട്ടാണ് നമ്മൾ ദാവ ചെയ്യേണ്ടതെന്ന് പറയും. അതായത് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിലെ ഭയങ്കര എഫക്റ്റാണ്. നമ്മൾ കുറെ പറയുന്നതിനേക്കാളും മക്കളടുത്തായാലും ഏതൊരു വിഷയവും ശരിക്കും നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ മക്കളിലെ അത് ചെയ്യണമെന്നുള്ളൊരു ടെൻഡൻസി അവർക്ക് ഉണ്ടാകും. നേരെ മറിച്ച് നമ്മൾ ചെയ്യാണ്ട് അവരോട് പറയുമ്പില്ലേ, അവരൊരിക്കലും ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. അപ്പം ഏതൊരു ഇൽമും നമ്മൾ എന്താക്കണം, അമലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അറിവുണ്ടായിട്ട് നമ്മൾ അത് പ്രവർത്തിക്കാതെ മാറി നിൽക്കുന്ന ആൾക്കാരുടെ ഉപമ പറയുന്നത് എന്താണെന്നറിയോ, ഒരു വെള്ളത്തുള്ളി ഉണ്ടല്ലോ, വെള്ളം അത് പാറയിൽ തട്ടി തെറിച്ചു പോകുന്നത് പോലെയാണ്. സുബ്ഹാനല്ലാഹ്. അതിനെ കൊണ്ട് ഒരാളുടെ ഹൃദയത്തിൽ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മള് ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ പോലും പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ഉപദേശങ്ങളാകുമ്പോൾ അതാണ് ഏറ്റവും നല്ലത്. സുബ്ഹാനല്ലാഹ്. ഇനി നമുക്ക് ഇൽമുണ്ട്, ഒരു ഇൽമുണ്ടായിട്ട് നമ്മൾ അത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം അല്ലെ. നമുക്കറിയാം ഇപ്പോ ഇൽമ് എന്നുള്ളതിൽ നമുക്ക് ഒരു പഞ്ഞവും ഇല്ല. ഇഷ്ടം പോലെ ദിവസേന കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടിയാൽ തന്നെ പിന്നെയും പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടതന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ദീനപരമായ ഒരുപാട് പോസ്റ്റുകളും ക്ലാസ്സുകളും എന്തെല്ലാം സ്റ്റാറ്റസ് ആയിട്ടും ഒക്കെ നമുക്ക് ദിവസേന അള്ളാഹുവിൽ നിന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ ഇൽമ് ഉണ്ടായിട്ട് അത് പ്രവർത്തിക്കാതെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാല് സമ്പത്ത് ഉണ്ടായിട്ടും അത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തവനെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്നാണ് മുത്തഖീങ്ങളുടെ ക്വാളിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അവർക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമുക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക, വിലയിരുത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിനോടുള്ള കടമകൾ, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നമുക്ക് കൃത്യമായി പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം നമ്മൾ ഖുർആനിന്റെ ആളുകളാണ് അല്ലെ, അഹ്ലുൽ ഖുർആനാണ്. അൽഹംദുലില്ലാ നമുക്ക് ഒരുപാട് സന്തോഷിക്കാനും സമാധാനിക്കാനും ഒരുപാടുണ്ട്. അൽഹംദുലില്ലാ. അപ്പം ഈ അനുഗ്രഹം നമ്മളെ അള്ളാഹു ഖുർആനിന്റെ വഴിയിൽ തിരഞ്ഞെടുത്ത ഈ ഒരു സൗഭാഗ്യം ശരിക്കും പറഞ്ഞെന്താ അറിയോ, ആ ഒരു ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ലേ, അതിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് കൻസും മിൻ കുനൂസി ദുനിയ. സുബ്ഹാനല്ലാഹ് അല്ലെ. ദുനിയാവിലെ നിധിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അൽ ഖുർആൻ. ഈ ഖുർആനിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും എന്താക്കരുത്, നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതിനെ തൊട്ട് അശ്രദ്ധമായി കളയരുത്. അതിന് കൊടുക്കേണ്ടതായ ബഹുമാനവും ആദരവും മഹത്വവും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ അതിനെ പഠനവിധേയമാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് സൂറത്തിലേക്ക് കിടക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്ത് ആല ഇമ്രാൻ 167 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് 168 ആയത്താണ് എടുക്കാനുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇങ്ങനെയുള്ള യുദ്ധങ്ങളും പോരാട്ടങ്ങളും അവിടെ അള്ളാഹു തആല അവർക്കിടയിൽ നടത്തിയത് എന്തിനാണെന്ന് അള്ളാഹു തആല പറഞ്ഞത്, അവരെ അള്ളാഹുവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടില്ല. അള്ളാഹുവിന് അത് മറ്റുള്ളവർക്കും കൂടി അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. അള്ളാഹ്ക്ക് അറിയാം, പക്ഷെ ഒന്നും കൂടി അത് ആ ഒരു പരീക്ഷണം അല്ലെ, ഈ അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ ആരാണ് യഥാർത്ഥ വിശ്വാസി, ആരാണ് കപട വിശ്വാസി അല്ലെ. കാപട്യം കൊണ്ട് ഉള്ളിൽ കാപട്യം നിറച്ച് പുറമെ നല്ല മുഖം കാണിക്കുന്നവരാണോ, അതല്ല ഇവർ യഥാർത്ഥ വിശ്വാസിനാണോ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള അത് അവിടെ അവർക്ക് യുദ്ധമാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഇത്തരം ടെസ്റ്റുകൾ അള്ളാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അപ്പോ അവിടെയെല്ലാം നമ്മളുടെ നിലപാടുകൾ എന്താണ് അല്ലെ എന്നുള്ളത് അള്ളാഹു തആല പരിശോധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്.
അപ്പൊ നമുക്ക് പിന്നെ അതുപോലെ പരലോകത്ത് അല്ലെ നമ്മുടെ ഈമാൻ എത്രത്തോളം സ്ട്രോങ് ആണ്, വെറുതെ വായ കൊണ്ട് പറയുന്നതാണോ അതല്ല ഹൃദയങ്ങളിൽ ഉള്ളത് തന്നെയാണോ? പിന്നെ ആയത്ത് 167 ആയത്ത് വരെയാണ് എടുത്തത്. ഇനി 168 ആയത്താണ് എടുക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين قالوا لإخوانهم وقعدوا لو أطاعونا ما قتلوا قل فادرءوا عن أنفسكم الموت إن كنتم صادقين ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون. വളരെ ആശ്വാസം നൽകുന്ന മനോഹരമായ വചനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്താ പറയുന്നത്? അവര് പറയുന്നതാണ് ആര്? പിന്നെ അല്ലദീന ഖാലൂ ലി ഇഖ്വാനിഹിം, യുദ്ധത്തിന് പോകാതെ വീട്ടിലിരിക്കുന്ന ആ സഹോദരന്മാര് യുദ്ധത്തിന് പോയ സഹോദരങ്ങളോട് പറയുന്നു. അല്ലദീന ഖാലൂ എന്ന് പറഞ്ഞാല് യുദ്ധത്തിന് പോകാതെ വീട്ടിലിരുന്ന ആളുകൾ പറയുന്നു ലി ഇഖ്വാനിഹിം, യുദ്ധത്തിന് പോയ തങ്ങളുടെ സഹോദരങ്ങളോട്. അതായത് അവര് പിന്നെ ഇരിക്കേ ചെയ്തത്, അതായത് വീട്ടിലിരിക്കേ ചെയ്തത് അല്ലെ. ലൗ അത്വാഊന, അവര് ഞങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ, അവർ നമ്മളെ അനുസരിച്ചിരുന്നെങ്കിൽ, മാ ഖുതിലൂ, അവർ കൊല്ലപ്പെടുമായിരുന്നില്ല. അതാ പറയുന്നത്. ഞങ്ങള് പറയുന്ന പോലെ കേട്ടിട്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ കൊല്ലപ്പെടുകയോ ഇതൊന്നും ചെയ്യുമായിരുന്നില്ലല്ലോ. കൊൽ എന്നേരം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്നു, ഖുൽ പറയുക, ഫദ്റഊ അൻ അൻഫുസിക്കും, പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഫദ്റഊ, നിങ്ങൾ തടുക്കുവിൻ അൻ അൻഫുസിക്കും. Receive 250 rupees on Google Pay for business. നിങ്ങളുടെ സ്വന്തങ്ങളെ സംബന്ധിച്ച്, അൻ അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം ദേഹങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തടുക്കുക. എന്ത്? അൽ മൗത്ത്, മരണത്തെ. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ, സത്യവാന്മാരാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മരണം തടയാൻ കഴിയോ? അല്ലേ? എപ്പോഴായാലും മരിക്കൂലേ? വീട്ടിലിരുന്നാലും യുദ്ധത്തിന് പോയാലും പോയിട്ടില്ലെങ്കിലും എന്തായാലും മരണം എന്നുള്ളത് എന്താണ്? ഓരോ മനുഷ്യനും, ഈ ഭൂമിയിൽ ജനിച്ച ഓരോ മനുഷ്യനും അത് നിശ്ചയിക്കപ്പെട്ടതാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, അല്ലെ? അപ്പൊ ഇവരോട് പറയാന്ന്, അങ്ങനെയാണെങ്കിൽ നബിയെ അവരോട് എന്താ പറയണ്ടേ? നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ, കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ നിങ്ങളെ തൊട്ട് തന്നെ നിങ്ങളെ മരണത്തെ നിങ്ങൾ എന്താക്ക്? തടഞ്ഞു നിർത്ത്. പിന്നെ അതൊന്ന് കാണട്ടെ, അല്ലെ? സുബ്ഹാനല്ലാഹ്. എന്തൊരു വലിയ വെല്ലുവിളിയാണല്ലേ. ആരെങ്കിലും ഉണ്ടായി ദുനിയാവില് ജനിച്ചിട്ട് മരിക്കാതെ ബാക്കിയായിട്ട്, അല്ലെ? അന റബ്ബുക്കുമുൽ അല എന്ന് പറഞ്ഞ ഫിർഔൻ ഉണ്ട് ബാക്കി? അള്ളാഹു അത് ദൃഷ്ടാന്തമായി ഇപ്പോഴും നമ്മുടെ മുമ്പിൽ സൂക്ഷിച്ച് കാണിച്ചു തരികയാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അള്ളാഹു തആല എന്താ പറയുന്നത്? കഴിയൂല, അല്ലെ? കഴിയൂല. അതൊരാൾക്കും സാധിക്കാത്ത കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണിത്, മരിക്കുക എന്നുള്ളത്. ശരിക്കും ആ മരണത്തെ നമ്മുടെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഈ ദുനിയാവിൽ നമ്മളിപ്പോ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങളൊന്നും നമ്മൾ ചെയ്യൂല. മരണം എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ ശരിയായ രൂപത്തിൽ, ആ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന ആ നിമിഷം മുതൽ നമ്മൾ അനുഭവിക്കേണ്ടതായ ഓരോ ഘട്ടങ്ങളും ഓർത്തിരുന്നെങ്കിൽ, ഖബർ ജീവിതം മനസ്സിലുണ്ടെങ്കിൽ, മഹ്ശറ ലോകം, വിചാരണ, സ്വർഗ നരകങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ബോധം മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ആരും ജീവിക്കൂല, അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ഞാൻ കണ്ട സ്വർഗം നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് പരിശ്രമിക്കൂ. ഞാൻ കണ്ട നരകം എങ്ങാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചേ ചിരിക്കൂ, ധാരാളമായി നിങ്ങൾ കരഞ്ഞിരിക്കും. സുബ്ഹാനല്ലാഹ്. ആ നരകത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നും ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. നരകത്തിന് കാരണമാകുന്ന ഒരു പാപവും ചെയ്യൂല.
പക്ഷെ ഇപ്പോഴോ എല്ലാരും എങ്ങനെയാ ജീവിക്കുന്നതിലെ സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മരണം എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു അവധി അള്ളാഹു തആല ഒരു നിശ്ചിത അവധി നിശ്ചയിച്ചിട്ടുണ്ടല്ലേ, ആ സമയമാകുമ്പോ പോകേണ്ടവരൊക്കെ പോകും. സുബ്ഹാനല്ലാഹ് അല്ലെ, നമ്മള് പറയും പെട്ടെന്നുള്ള മരണം, എന്ത് പെട്ടെന്ന്, സുബ്ഹാനല്ലാഹ് അങ്ങനെയൊന്നും ഇല്ല അല്ലെ. അത് അള്ളാഹു നിശ്ചയിച്ച സമയമായി പോയി, അത്ര തന്നെ. പെട്ടെന്നായിരുന്നു. എന്തോ 10-50 വർഷമായി അല്ലെ, 60 വർഷമായി, 40 വർഷമായി ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ജീവിക്കുന്നു. അത് അള്ളാഹു എപ്പോഴോ നിശ്ചയിച്ചതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നിട്ട് അള്ളാഹു തആല പറയുന്നത്, അപ്പം അവര് പറഞ്ഞതിനൊരു എന്താ പറയാ, ഒരു ഖണ്ഡനം എന്നുള്ള നിലക്കാണ് ഈ കാര്യം പറഞ്ഞത്. അതായത് യുദ്ധത്തിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിരുന്നു അല്ലെ, ഷഹീദായിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നെ അതുകൊണ്ടാണ് ഈ മുനാഫിഖീങ്ങൾ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മിണ്ടാതെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഉള്ള ദുരന്തമൊന്നും അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന്. പക്ഷെ അള്ളാഹു തആല പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വന്തം നഫ്സിനെ മരണത്തിൽ നിന്ന് തടയാൻ കഴിയുമെങ്കിൽ തടയും അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ കണ്ടതാണ് പല പ്രളയങ്ങള്, അതുപോലെ ഉരുൾപൊട്ടലുകളൊക്കെ സംഭവിച്ചപ്പോ ഉറങ്ങിക്കിടന്ന ആളുകൾ പോലും സുബ്ഹാനല്ലാഹ് തലേന്നിലെ ഒരു 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 ശതമാനം അങ്ങനെ ഒരു മരണത്തെക്കുറിച്ചോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ജീവിച്ച ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെയും മരണത്തിന് തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ട്, നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട്, നല്ല ഒരുപാട് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് യാത്രയാകാൻ അള്ളാഹു വിധി കൂട്ടുമാറാകട്ടെ. ആമീൻ. നമ്മളിപ്പോ പെട്ടെന്ന് പോയാലും നമുക്കറിയില്ല നമ്മുടെ കർമ്മങ്ങൾ എത്രത്തോളം ഉണ്ട്, നമ്മുടെ നന്മയുടെ തുലാസിലുള്ള കനം തൂങ്ങുന്ന ഇബാദത്തുകൾ എത്ര നമ്മൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയില്ല അല്ലെ. അതിൽ നിന്ന് എത്ര പാഴായി പോയിട്ടുണ്ട് നമുക്കറിയില്ല. അതിൽ നിന്ന് ആർക്കൊക്കെ വീതിച്ച് കൊടുക്കേണ്ടി വരും നമുക്കറിയില്ല. സുബ്ഹാനല്ലാഹ്. ആരെ കുറിച്ച് ഒന്നും പറയണ്ട കേട്ടാ, ആരെ കുറിച്ചൊന്നും പറയും വേണ്ട, കേൾക്കും വേണ്ട. നാവിനെ അടക്കി നിർത്തുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെ എന്താ പറയാ, അക്കൗണ്ടിൽ നിന്ന് പിന്നെ നമ്മൾ അറിയാതെ പൈസ മൈനസായി പോകുന്നത് നമ്മള് ഇവിടുന്ന് ഇപ്പൊ അറിയൂല, ചിലപ്പോ നാളെ അവിടെ എത്തിയിട്ട് റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്. അള്ളാഹു മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നിട്ട് അള്ളാഹു തആല അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? വലാ തഹ്സബന്ന, നീ വിചാരിക്കരുത്, നീ ഗണിക്കരുത്, തീർച്ചയായും നീ വിചാരിക്കണ്ട എന്ത്, അല്ലദീന ഖുതിലൂ, കൊല്ലപ്പെട്ടവരെ, ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ, അംവാത, മരിച്ചവരായി, മരണപ്പെട്ടവരെന്ന് നീ വിചാരിക്കേണ്ട. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ബൽ അഹ്യാഉൻ, അവരെന്താണ്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ, യുർസഖൂൻ, അവർക്ക് ഉപജീവനം അല്ലാഹു തആല റിസ്ക്, ആഹാരം നൽകപ്പെടുന്നു. സുബ്ഹാനല്ലാഹ് അല്ലേ. അത് എങ്ങനെയായിരിക്കും നമുക്ക് അറിയൂല, അത് ഏത് രൂപത്തിലായിരിക്കും നമുക്ക് അറിയൂല എന്നേ ഉള്ളൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ആഗ്രഹിക്കണം, അള്ളാന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വം നമ്മൾ കൊതിക്കണം, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താല് വിരിപ്പിൽ കടന്ന് മരിച്ചാൽ പോലും ഷഹീദിന്റെ പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന തന്നെ അതായിരുന്നു അല്ലെ, ഷഹീദായി മരിപ്പിക്കണേന്ന്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം മദീനയിൽ മസ്ജിദുൻ നബവിയിൽ അല്ലെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, അദ്ദേഹത്തിന് രക്തസാക്ഷിത്വം കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ, മരിച്ചു പോയവരെ നീ ഗണിക്കരുത്. വലാ തഹ്സബന്ന അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്, അവർക്ക് ഉപജീവനം നൽകപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ആയത്തുകൾ ചിലര് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് മരിച്ചുപോയ ആൾക്കാരോട് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇതായിട്ട് കാണാറുണ്ട്. അതായത് അവർ മരിച്ചിട്ടില്ല അല്ലെ, ബദരീങ്ങളോടും ഹദീങ്ങളോടൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരില്ലേ നമ്മളെ കൂട്ടത്തില്. സുബ്ഹാനല്ലാഹ്. അത് നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ ആണോ ഇത്? അല്ല. ഇത് അവരുടെ മഹത്വം നമുക്ക് റബ്ബ് അറിയിച്ചു തരുന്നതാണ്. സ്വർഗ സാധാരണഗതിയിൽ മരണപ്പെട്ട ആളുകൾ ഖബറിൽ ബർസഖി ജീവിതത്തിൽ അങ്ങനെ കഴിഞ്ഞു കൂടുന്നുണ്ടാവില്ലേ. പക്ഷെ രക്തസാക്ഷിത്വം വഹിച്ച അള്ളാഹിന്റെ മാർഗത്തിൽ പടപൊരുതി ധീര അല്ലെ ഷഹാദത്ത് വരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹിന്റെ അടുത്താന്ന് പറഞ്ഞേ, അതിന്റെ റബ്ബിഹിം എന്നാ പറഞ്ഞേ അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹിന്റെ അടുത്ത് അവർ ജീവിച്ചിരിക്കുന്നവരാന്ന് പറഞ്ഞത്, അവർക്ക് അള്ളാഹു റിസ്ക് നൽകുന്നുണ്ട്.
സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹ്. ഫരിഹീൻ, സന്തോഷം, സന്തുഷ്ടരായിക്കൊണ്ട്, ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അവർക്ക് നൽകിയതിൽ, ബിമാ ആതാഹും, അള്ളാഹു അവർക്ക് നൽകിയതിൽ സന്തുഷ്ടരായിക്കൊണ്ട്, മിൻ ഫദ്ലിഹി, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന്, ഔദാര്യം നിമിത്തം, അള്ളാഹുവിന്റെ ഔദാര്യ നിമിത്തം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ സന്തുഷ്ടരായിക്കൊണ്ട്, വയസ്തബിഷിറൂന, അവർ സന്തോഷം അല്ലെ, ആ അങ്ങേയറ്റം സന്തോഷം അടയുകയും ചെയ്യുന്നവർ, ശുഭാപ്തി വിശ്വാസം അടയുകയും ചെയ്യും. ബില്ലദീന ലം യൽഹഖൂ, വന്നു ചേർന്നിട്ടില്ലാത്തവരെ പറ്റിയിട്ട്, അതായത് ഇനി വരാൻ അല്ലെ, നമ്മുടെ നേരത്തെ പോയ ആളുകൾ ഇനിയും വരാനുള്ള ആളുകളെ സംബന്ധിച്ച് നല്ല നല്ല വിചാരത്തിലായിരിക്കും എന്ന് പറയുന്നത്. അതായത് ലം യൽഹഖൂ ബിഹിം മിൻ ഖൽഫിഹിം, അവരുടെ പിന്നാലെയുള്ള ആളുകളിൽ നിന്ന്, അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊന്നും ഭയപ്പെടുവാനോ ദുഃഖിക്കാനോ ഇല്ല എന്ന് ഓർത്തവർ സന്തോഷമടയുന്നു. ആര്? രക്തസാക്ഷികൾ, അള്ളാഹുവിന്റെ മാർഗത്തില് ഷഹാദത്ത് വരിച്ച ആളുകൾ. സുബ്ഹാനല്ലാഹ്, എന്തൊരു മഹത്തായ അനുഗ്രഹാന്നല്ലേ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് അവര് സന്തുഷ്ടരായിരിക്കുകയാണ്. അത് മാത്രല്ല, ഈ ഭൂമിയിലുള്ള അല്ലെ തങ്ങളുടെ പിന്നാലെ വരാനിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചും അവർക്ക് എന്തില്ല, വിഷമവും പ്രയാസവും ഒന്നും ഇല്ല. അവരവിടെ നല്ല നല്ല വിചാരത്തോടു കൂടി ഇരിക്കുകയാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടില്ലേ, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. നമ്മൾ ഈ ഒരു വചനം ഒരുപാട് കണ്ടതല്ലേ. അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം, എന്നാൽ നമ്മൾ രക്ഷപ്പെട്ട്. അങ്ങ് എന്താ പറയാ, എന്തെന്നില്ലാത്തൊരു സമാധാനം, ആശ്വാസം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ, അതിനും അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇവിടെ ഉഹദില്, പിന്നെ ഉഹദ് യുദ്ധത്തില് കൊല്ലപ്പെട്ടവർ അല്ലെ, അവരെ കുറിച്ച് പ്രത്യേകമായിട്ട് അള്ളാഹു തആല പറയും. അതായത് പിന്നെ നേരത്തെ മറ്റു മുനാഫിക്കങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാ പോയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിഹാസ രൂപേണ പറഞ്ഞല്ലോ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അവര് നിങ്ങൾ എന്താക്കണ്ട, എങ്ങനെയായാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ്, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. പക്ഷെ അത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതിന്റെ തഫ്സീറിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ പറയുന്നത് വെച്ചാല്, നമുക്ക് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് ചില അടയാളങ്ങൾ വഴി ജീവിതത്തെയും മരണത്തെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ ജീവൻ എന്നാൽ എന്താണെന്നോ മരണം എന്നാൽ എന്താണെന്നോ അല്ലെ, അത് സൂക്ഷ്മമായി വസ്തുനിഷ്ഠമായി നിർവചിക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. പണ്ഡിതന്മാർക്കോ ശാസ്ത്രജ്ഞർക്കോ ആർക്കും. ചിലർക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ടെന്നല്ലാതെ ഭാവിയിൽ കഴിഞ്ഞേക്കുമെന്ന നിഗമനത്തിൽ ശാസ്ത്രം അതിന് പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് രണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രഹസ്യങ്ങളിൽ ഒന്നായി അവശേഷിക്കുന്നതാണെന്ന് പറയുന്നത്. നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ അവസാനം അല്ലെ, മരണം, അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പ്, അതിന്റെ ഇടയിലുള്ള ഒരു ജീവിത കാലഘട്ടം. ആ ഒരു സമയത്തുള്ള നമ്മുടെ അവസ്ഥ, ആ ഒരു ഇടക്കാല ജീവിതം, ആ സമയത്ത് സുഖദുഃഖങ്ങൾ അനുഭവിക്കത്തക്ക ഒരുതരം ആത്മീയ ജീവിതം മനുഷ്യനുണ്ട് എന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരം നമുക്ക് അറിയപ്പെട്ട കാര്യമാണ് അല്ലെ. പക്ഷെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ശാസ്ത്രത്തിനോ ബുദ്ധിക്കോ ഒന്നും ഗവേഷണം ചെയ്ത് പരീക്ഷണം നടത്തി കണ്ടെത്താൻ കഴിയൂല. ബുദ്ധി എന്നുള്ളത് നമുക്ക് അവിടെ അല്ലെ ഒന്നും കഴിയൂല. ആ ഒരു ജീവിതത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത്. അതായത് ഖബറിലുള്ള ജീവിതം. സുബ്ഹാനല്ലാഹ്. അവിടെ ആ ഖബർ ജീവിതത്തിൽ ഒരാളും ആ ഒരു ജീവിതത്തിൽ നിന്ന് ഒരാളും ഒഴിവാകൂല. ചിലർക്ക് സുഖമായിരിക്കും, ചിലർക്ക് ദുഃഖമായിരിക്കും. അതാണ് വ്യത്യാസം ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ്. സുഖ ദുഃഖം അല്ലെ, അള്ളാഹുവെ സുഖമായി സന്തോഷത്തോടെ സന്തുഷ്ടരായി കഴിഞ്ഞുകൂടാൻ ആ ബർസഖി ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. കാരണം നമ്മൾ ഏറ്റവും അധികം അല്ലെ
വിഷമിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം നമ്മുടെ മരണാനന്തരം നമ്മുടെ ആ ഖബറെന്ന ആ വീട് അല്ലെ, അവിടെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, അതിനനുസരിച്ചാണ് നമ്മുടെ ഭാവി, അതായത് യഥാർത്ഥ ജീവിതം നമുക്ക് തീരുമാനിക്കുന്നുണ്ടാകുക. നമ്മുടെ മരണത്തോടു കൂടി നമ്മളെ ഖബറിൽ വെച്ച് ആളുകൾ പിരിഞ്ഞു പോകുന്നു. ആ ഖബറാകുന്ന നമ്മുടെ ഒന്നാമത്തെ വീട് അത് ഏറ്റവും സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, പിന്നെ അങ്ങോട്ടുള്ള എല്ലാം ഈസി ആയിരിക്കും, എളുപ്പമായിരിക്കും, സമാധാനമായിരിക്കും. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ഖബറിൽ കിടക്കുന്ന അവസരം അള്ളാഹു നമുക്ക് എപ്പോഴും സ്വർഗം കണ്ടുകൊണ്ടിരിക്കാൻ, സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങളെ കണ്ടുകൊണ്ടിരിക്കാൻ, അതിന്റെ സുഗന്ധങ്ങൾ ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് വിധി കൂട്ടുമാറാകട്ടെ. നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ മലക്കുകൾ വന്ന് നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ റഹ്മാനായ റബ്ബേ നീ കാത്തു രക്ഷിക്കണേ നാഥ. ഈ ദുനിയാവിലെ ജീവിതം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഖബറിലും സുഖസുന്ദരമായ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. നല്ല ഒരു എന്താ പറയാ, അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആലോചിക്കാം മനസ്സിൽ. വളരെ സൗന്ദര്യം നിറഞ്ഞ കാലാവസ്ഥ, വളരെ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന തണുപ്പുള്ള ഒരുപാട് പൂക്കളും നല്ല സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷം നിങ്ങളൊന്ന് വെറുതെ മനസ്സിൽ കണ്ടു നോക്ക്. അത്തരത്തിലുള്ള നല്ലൊരു ശാന്തമായ കൺകുളിർക്കുന്ന അത്തരത്തിലുള്ള നല്ലൊരു അനുഭവമാണ് നമ്മുടെ ഖബറിലെങ്കിൽ എന്തൊരു സുന്ദരമായിരിക്കില്ലേ ആ ഒരു ജീവിതം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ആ ഒരു ജീവിതം നമ്മൾ ഏറെ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഭയവും ഉണ്ടാകണം, എന്നാൽ അവിടെയുള്ള സുഖാനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയും നമുക്ക് ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ ഈ ജീവിതം കൊണ്ട് നമ്മൾ അവിടേക്കുള്ള മുന്നൊരുക്കങ്ങളാണ്. ഈ ദുനിയാവിന്റെ ഓരോരോ ചെറിയ ചെറിയ വിഷമങ്ങൾ പിന്നാലെ നമ്മൾ ഇപ്പോഴും വിഷമിച്ച് നടക്കുകയാണോ? നമ്മൾ കേട്ടിട്ടില്ലേ ക്ലാസ്സുകളിൽ, ഒരു ദിവസത്തെ ആഹാരം, വിശപ്പടങ്ങാനുള്ള ഭക്ഷണം നമുക്ക് ഈ ദുനിയാവിൽ ഇന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ടെൻഷൻ ആവണ്ട. അൽഹംദുലില്ലാ, നമ്മൾ ഏറ്റവും വലിയ സൗഭാഗ്യത്തിലാണ് ഇപ്പൊ ഉള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ ഫലസ്തീനില് ഗസയിലൊക്കെ ഉള്ള സുബ്ഹാനല്ലാഹ്, അവിടെയുള്ള കുട്ടികൾ, അവിടെ അതൊന്നും കണ്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ. അല്ലാഹു അക്ബർ. അള്ളാഹു അവർക്ക് ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊരു ദിവസം എത്ര ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പാഴാക്കി കളയുന്നല്ലേ. സുബ്ഹാനല്ലാഹ്, ഓരോ ദിവസവും ആ നാട്ടിലത്തെ വാർത്തകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് പറ്റുന്നില്ല. എന്നിട്ട് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ട. അവരെ കുറിച്ച് നമ്മൾ വിലപിക്കും, എല്ലാവരോടും പറയും, എന്തായാലും ഗസയിലെ അവസ്ഥ എന്താ ഇങ്ങനെ അല്ലെ, അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ എന്നിട്ട് നമ്മൾ ജീവിക്കുന്നതോ നമ്മൾ ഭയങ്കര ലാവിഷായിട്ട് നമ്മൾ അല്ലെ അള്ളാഹ് തന്ന അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നുണ്ടോ? നമ്മൾ എത്ര അൽഹംദുലില്ലാ പറയണം, നമ്മൾ എത്ര സുജൂദ് അധികരിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ല, അവരൊക്കെ പോയ സ്വർഗത്തിലല്ലേ നമുക്കും പോകേണ്ടത്. നമ്മൾ ഇങ്ങനെ സുഖലോലുപതയിൽ ഇങ്ങനെ മതിമറന്ന് ജീവിക്കന്നെ. സുബ്ഹാനല്ലാഹ്, ഒരു പ്രഭാഷണത്തിൽ കേട്ടിന്, ഒരു പനി വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ദുനിയാവിലെ സൗകര്യങ്ങളും സുഖങ്ങളും സമ്പത്തും എല്ലാം. ഒരു ചെറിയൊരു അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ പാപ്പരാകുന്ന അവസ്ഥയാണ് ദുനിയാവ് നമ്മൾ കാണുന്നില്ലേ. ഒരുപാട് സമ്പത്ത് സൗകര്യങ്ങൾ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. ഉണ്ടോ? വലിയ കൊട്ടാര സമാനമായ വീടുണ്ടെന്ന് വിചാരിച്ചു, ഫുൾ സെൻട്രലൈസ് ചെയ്ത AC ഉള്ള സൗകര്യങ്ങളോട് കൂടിയ വീട് നമുക്കുണ്ട്, നല്ല അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ വാഹനം നമുക്കുണ്ട്. അതിനെക്കൊണ്ട് നമ്മുടെ ജീവൻ നിലനിർത്താൻ കഴിയോ? നമുക്ക് മരിക്കാതെ ദുനിയാവിൽ ബാക്കിയാക്കാൻ ഈ പറഞ്ഞ എന്തെങ്കിലും നമ്മളെ സഹായിക്കോ? ഈ പറഞ്ഞ സൗകര്യങ്ങൾ നമ്മൾ നാളെ ഖബറിൽ നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യോ? സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ആ ഒരു ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത് അതെല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അവിടെ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും വിഷയത്തില് അവസ്ഥകൾ വ്യത്യാസം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, നമ്മള് രണ്ട് രീതിയിലും അതിനെ കാണണം. ഒരുപാട് ടെൻഷൻ ആവണ്ടല്ലേ, നമ്മൾ നല്ലവരായി ദുനിയാവിൽ ജീവിച്ചാൽ മതി. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ഇഖ്ലാസോട് കൂടി അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും ആഗ്രഹിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് നേടാൻ ഒരുപാടുണ്ട് ഈ ദുനിയാവിൽ.
നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം ലഭിക്കുന്ന ഒരുപാട് കർമ്മങ്ങൾ നമ്മളെ മുമ്പിൽ അള്ളാഹു ഇട്ട് തരുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് ചിലപ്പോൾ കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അത് വേണ്ട രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. അല്ലെ? ശരിക്കും ചിന്തിച്ചു നോക്ക്, നമ്മുടെ മുമ്പിൽ എത്രയും ആവശ്യക്കാർ ദിവസേന ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ ചിന്തിക്കാം, ഒരു കുഞ്ഞു ഗ്രൂപ്പ്, നമ്മൾ ചെറിയ ചാരിറ്റി, ഇതിലേക്ക് വരുന്ന അപേക്ഷകൾ എത്രയാണെന്നറിയോ ഓരോ ദിവസവും. അതില് വളരെ ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ മുമ്പിൽ ഇടും, നിങ്ങളടുത്തേക്ക് അയക്കും, ഒന്നോ രണ്ടോ എന്നിട്ട് സുബ്ഹാനല്ലാഹ്. പക്ഷെ എന്താ പറയാ, അൽഹംദുലില്ലാഹ്, പലപ്പോഴും നമ്മുടെ മുമ്പിൽ ആവശ്യങ്ങളുമായിട്ട് വരുന്ന ആളുകളിലേക്ക് ഈ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഗ്രൂപ്പിൽ ആവശ്യം പറഞ്ഞ് പൈസ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ ആവശ്യം കഴിഞ്ഞ് ഒരു കുറച്ച് ചിലപ്പോൾ അധികം ഉണ്ടാവും. കളക്ഷൻ ചിലപ്പം സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചധികം പൈസ വന്നിട്ടുണ്ടാവും. അപ്പൊ അൽഹംദുലില്ലാഹ് അത് അന്നേരം പിന്നെ കണക്കായിട്ടുള്ള ആവശ്യങ്ങളിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നിങ്ങളോട് ചോദിച്ചു വാങ്ങുന്ന കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങളോട് ചോദിക്കാതെ കൊടുക്കുന്ന ഒരുപാടുണ്ട്. ചില്ലറ തുട്ടുകളായിരിക്കും അത്. ചില്ലറെന്ന് പറഞ്ഞാല് 5-10 അല്ല കേട്ടോ, 2000 5000 ഒക്കെ ആയിട്ട് വലിയ ആവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങളോട് പറയുന്നു, ചെറിയ ആവശ്യങ്ങൾ അതിനിടയിൽ നടത്തി തരുന്ന റബ്ബ്. സുബ്ഹാനല്ലാഹ്. അത് ഭയങ്കര അതിശയമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വലിയ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് അതിലേക്ക് നിങ്ങൾ സഹായ സഹകരണങ്ങൾ അയക്കുമ്പോൾ അതിനിടയിലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് നമുക്ക് അൽഹംദുലില്ലാഹ് റബ്ബിന്റെ തൃപ്തിയോട് കൂടി തന്നെ ചെലവഴിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുന്നുണ്ട്. നിങ്ങളറിയാതെ നിങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥനകൾ കിട്ടുന്നുണ്ട്. നമ്മളെ മുമ്പിൽ ഒരു അവസരം വരുമ്പോൾ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം. ഏതെങ്കിലും രൂപത്തിൽ നമ്മളെ കയ്യിൽ കൊടുക്കാനില്ലേ, അത് കൊടുക്കാൻ സാധ്യതയുള്ള ആർക്കെങ്കിലും ആ ഒരു പോസ്റ്റ് അയച്ചു കൊടുത്തിട്ടെങ്കിലും അല്ലേ, സുബ്ഹാനല്ലാഹ്, അതിന്റെ ഒരു ഭാഗവാക്കാകാൻ. ഒന്നുമില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ദുആ, മനസ്സറിഞ്ഞൊരു ദുആ. പലപ്പോഴും ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളത്. അല്ലാത്തതൊക്കെ ഉണ്ട്, എന്നാലും അങ്ങനെയുള്ള കാണുമ്പോൾ പെട്ടെന്ന് ദുആ ചെയ്യാം. നമ്മുടെ മനസ്സിലേക്ക് ദുആ വരണം. നമ്മളിപ്പോ റോട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പരീക്ഷിക്കപ്പെട്ടവനെ കാണുമ്പോൾ നമുക്ക് ആ സ്പോട്ടിൽ ദുആ ചെയ്യാൻ കഴിയണം. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയാൻ കഴിയണം. അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ ഇതെന്തിനാ ഓരോന്ന് പഠിക്കുന്നത്? നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ചില ആൾക്കാർ ഇങ്ങനെ ചില രോഗികള് കാഴ്ചയിൽ തന്നെ നമുക്കൊരു ഒരു അറപ്പുളവാക്കുന്ന പോലെ ഉണ്ടാവും. എന്നിട്ട് ചിലർ ഇങ്ങനെ ആക്കൂല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മളെ മനസ്സുകൊണ്ട് പോലും അങ്ങനെ ഒന്നും വിചാരിച്ചു പോകാൻ പാടില്ല. കാരണം നമ്മുടെ ഈ ഒരു സുന്ദരമായ അവസ്ഥകൾക്ക് ഒരു നിമിഷം മതി അത് മാറി മറിയാനല്ലേ. പെട്ടെന്ന് സംഭവിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് താങ്ങാനാവാത്തതൊന്നും അള്ളാഹു നൽകാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ഖബർ ജീവിതം, ബർസഖിയ ജീവിതം, അതിനെക്കുറിച്ച് കൃത്യമായ ബോധം നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഇവിടെ രക്തസാക്ഷികളുടെ അവസ്ഥയാണ് നമ്മൾ അള്ളാഹു തആല പറഞ്ഞിരുന്നത്. അതായത് അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശുഹദാക്കളായിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി മരണപ്പെടുന്ന ആളുകൾക്ക് അവര് എന്താണ് ഇപ്പൊ പറഞ്ഞ ആ ഒരു ജീവിതമായിരിക്കൂല അവർക്ക് ഉണ്ടാകാന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. കാരണം അത് വേറെ തന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രത്യേകം അതെങ്ങനെയാന്ന് നമ്മൾ ചിന്തിക്കണ്ട. ചില ആൾക്കാർ അങ്ങനെ സംശയമായിട്ട് വരും. അപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആൾക്കാർ എങ്ങനെയാ ഉണ്ടാകുക? അവർ നേരെ സ്വർഗത്തിൽ പോവുകയും ചെയ്യുക. അതൊന്നും ഇപ്പൊ നമുക്ക് അറിയില്ല. അള്ളാഹ് പറഞ്ഞാൽ അവർക്ക് എന്തായാലും ഒരു പ്രത്യേകത അള്ളാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ അത് പ്രത്യേകമായിട്ട് തന്നെ അവർക്ക് കൊടുക്കും. അത് എങ്ങനെയായിരിക്കും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ ആയാൽ നമുക്ക് അത് അനുഭവിക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. എന്തായാലും മറ്റുള്ള മുഅ്മിനീങ്ങൾക്കുള്ളതിനേക്കാൾ കുറച്ചും കൂടി ദറജ കൂടിയതായിരിക്കും എന്തായാലും. അല്ലെ? എന്തായാലും സാധാരണഗതിയിലുള്ള ഒരു വിശ്വാസിയുടെ ഖബർ ജീവിതം എത്ര സുന്ദരമായിരിക്കും, അതിനേക്കാൾ അതിസുന്ദരമായിരിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളുകളുടെ ജീവിതം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലെ? ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുമ്പോ നമ്മൾ അവരെ നോക്കി വിലപിക്കൊന്നും വേണ്ട. അവർക്ക് അള്ളാഹു തആല ഒരുപാട് അവർ ആ ഒരു പ്രയാസത്തിൽ അള്ളാഹു അവര് ക്ഷമ കൈകൊണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെ, ക്ഷമിക്കാനുള്ള ഒരു അവസരം അള്ളാഹു തന്നിട്ട് അതിൽ ഭംഗിയായ ക്ഷമ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അതിൽ കണക്കില്ലാത്ത പ്രതിഫലം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ബിഗൈരി ഹിസാബ് എന്നാ പറഞ്ഞത്. അവിടെ ആ കണക്കില്ലാത്ത എന്ന് പറഞ്ഞാൽ എത്രയും നമുക്കറിയില്ല. അതിന്റെ റബ്ബീം എന്നാ പറഞ്ഞത്, അള്ളാഹിന്റെ അടുത്ത് എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് എത്ര മാത്രം ഭംഗിയുള്ളതായിരിക്കും, മനോഹരമായിരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തആല അതിലേക്ക് എത്തിക്കട്ടെ നമ്മൾ ഓരോരുത്തരെയും. അതിനുതകുന്ന രീതിയിൽ നമ്മളെ ഏറ്റവും ബെസ്റ്റ്
ഈസിയാക്കിയിട്ട് അള്ളാഹു താല മാറ്റി തരട്ടെ അല്ലെ. മാതൃകാപരമായ ജീവിതം നയിക്കാൻ എല്ലാ മേഖലയിലും, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രാർത്ഥിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് തിന്മകൾക്ക് അത്രയും സാധ്യതയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നില്ലേ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അബ്ദുസലാം മുഹമ്മദിന്റെ ഒരു പ്രഭാഷണം കേട്ടിനെ, കുടുംബാസൂത്രണം എന്നാണ് അതിന്റെ ടൈറ്റിൽ. അത് കാണുമ്പോൾ നമുക്ക് എന്താ കേൾക്കണോ തോന്നൂല, പൊതുവെ അങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ച് ഇങ്ങനൊരു ടൈറ്റിൽ ഉണ്ടെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ ഉണ്ടാവും, നമുക്ക് അറിയാനും. എന്തായാലും ഒരു അയിൽമല്ലേ, അതിലെന്തായാലും ഉണ്ടാവും. ശരിക്കും അത് 1 മണിക്കൂറിലധികം ഉണ്ട് ക്ലാസ്. ഞാൻ ഇങ്ങനെ കേട്ടപ്പോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടപ്പോ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി. ഓരോ കണക്കുകളും കാര്യങ്ങളും, ഓരോ വർഷം നടന്ന സംഭവങ്ങൾ, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നമ്മൾ അറിയേണ്ടവരാണ്. എല്ലാം നമ്മൾ അറിയണം. എന്നാലല്ലേ നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയൂ, എന്നാലല്ലേ നമുക്ക് അതിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ കഴിയൂ, അതിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിയൂ. ലോകത്ത് നടക്കുന്നത് എന്താ നമ്മൾ അറിയണം. എല്ലാം കേൾക്കണം, എല്ലാം പഠിക്കണം. ഖുർആൻ മാത്രം, അതായത് ഇപ്പൊ നമ്മൾ ഖുർആൻ ക്ലാസ്, ഖുർആൻ തഫ്സീർ, അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളിൽ വരുമ്പോൾ അത്തരം വിഷയങ്ങൾ നമ്മൾ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. നമുക്ക് കൃത്യമായ ജീവിതത്തിൽ ഒരു ഇതുണ്ടാവണം, ലക്ഷ്യമുണ്ടാവണമെങ്കിൽ നമ്മൾ പൊതുവായിട്ടുള്ള ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം. സുബ്ഹാനല്ലാഹ് അല്ലെ. വാർത്തയിൽ ഒരുപാടുണ്ടാവും, പക്ഷെ ഇച്ചിരിയൊക്കെ കുറച്ചൊക്കെ കാണണം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞത് ആ ബർസഖിയായ ആ ജീവിതം, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായി മരണപ്പെടുന്ന ആളുകൾക്ക് ഒന്നും കൂടി കൂടുതലായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഇതുണ്ടാവും. സുബ്ഹാനല്ലാഹ്. നമുക്ക് അതിനെപ്പറ്റി അറിയാൻ കഴിയൂല, എന്താ നമുക്ക് അറിയാൻ കഴിയൂല. എന്താണ് നമുക്ക് ഇതുവരെ അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞു തന്നിട്ടുള്ളൂ, അത്രേ നമുക്കറിയാം. അതിൽ നമ്മൾ നിൽക്കണം. അതാണ് നമ്മൾ മുസ്ലിം എന്ന് പറഞ്ഞാല് അല്ലെ. ഇസ്ലാം എന്ന് പറയുമ്പോൾ അവിടെ യുക്തിക്കും ബുദ്ധിക്കും നമ്മൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്നില്ല. അവിടെ അനുസരണത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് അള്ളാഹു എന്ത് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, അവിടെ നമ്മൾ നിൽക്കണം. അവിടെ നമുക്ക് നിൽക്കാൻ കഴിയണം. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് യുക്തിവാദികളും നാസ്തികരും മറ്റേ എന്താ പറയാ കുറെ ഇസങ്ങളും ഇസ്റ്റുകളൊക്കെ ആയിട്ട് മാറുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. നമ്മളെ മക്കൾക്കും ഈ ഒരു ചിന്ത നമ്മൾ വളർത്തിക്കൊണ്ട്, അതായത് അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞ ആ സ്റ്റാൻഡിൽ നിൽക്കാനുള്ള ആ ഒരു ഈമാൻ, ആ ഒരു വിശ്വാസം വളർത്തിയെടുക്കണം നമ്മളെ മക്കളിലും. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിലൂടെ നമ്മുടെ മക്കളെയും അള്ളാഹു യഥാർത്ഥ തൗഹീദിന്റെ ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലെ, നമ്മള് കുറെ ഉപദേശിച്ചിട്ട് നമ്മൾ നന്നായിട്ടില്ലെങ്കിൽ നമ്മളെ മക്കളും നന്നാവില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മ കൊണ്ടുവരണം. മക്കളെ വിചാരിച്ചിട്ട് തന്നെ നമ്മുടെ ഭാവിയും നമ്മുടെ മക്കളുടെ വരും തലമുറയുടെ ഭാവിയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നന്മകളിൽ നമ്മൾ മുന്നേറാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തില് രക്തസാക്ഷിത്വം വഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല പറഞ്ഞ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറഞ്ഞത് അവർ മരണപ്പെട്ടവരാണെന്ന് ഗണിക്കണ്ട, അല്ലെ. അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്നാണ്. അതായത് അവർ കൊല്ലപ്പെടുന്നതോടുകൂടി നമുക്കറിയുന്ന മരണം എന്ന ആ ഒരു സംഭവം അവർക്കും സംഭവിക്കുന്നുണ്ട്, അല്ലെ. അതായത് ഈ ദുനിയാവിലെ നമുക്കറിയുന്ന ആ ഒരു ജീവിതം അവരുടെയും അവസാനിച്ചു. പക്ഷേ അപ്പോൾ തന്നെ അവർ ജീവിച്ചിരിക്കുന്നവരാണെന്ന് അള്ളാഹു തആല പറയുമ്പോൾ ആ ജീവിതം നമുക്ക് എന്തില്ല, അത് നമുക്ക് പരിചയമില്ല. അത് നമുക്ക് പരിചയമുള്ള ഈ ഭൗതിക ജീവിതമല്ല, അത് പ്രത്യേക തരത്തിലുള്ള ഒരു ജീവിതമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞത് എന്താണ്, അവർക്ക് അള്ളാഹു തആല ഉപജീവനം, അല്ലെ, റിസ്ക് നൽകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ ആഹാരം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അവർക്ക് ആ ഒരു പ്രത്യേകമായ ഒരു ജീവിതമാണ് അള്ളാഹു തആല നൽകുന്നത്. അപ്പൊ അതിനോട് യോജിച്ച രീതിയിലുള്ള ഒരു ആഹാര സമ്പ്രദായമായിരിക്കും അവിടെ അള്ളാഹു തആല അവർക്ക് നൽകുന്നുണ്ടാകുക. അത്രയും നമുക്ക് പറയാൻ കഴിയൂ, അല്ലെ. കാരണം അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും സാധാരണഗതിയിലുള്ള ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. പിന്നെന്താ പറയുന്നത്, അവർക്ക് അള്ളാഹു നൽകിയതിൽ അവർ സന്തുഷ്ടരാണല്ലേ, ഫരിഹീൻ. അപ്പോ അവർക്ക് അവിടെ റിസ്ക് എന്ന് മാത്രമല്ല, ഒരു വേറെ തന്നെ അനുഭൂതികളും പല രീതിയിലുള്ള അനുഭവങ്ങളും അവർക്ക് അവിടെ അനുഭവിക്കാനുള്ള ഇതുണ്ട്. സുബ്ഹാനല്ലാഹ്.
ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ അല്ലേ, അള്ളാന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളുകളൊക്കെ ഇപ്പോഴും ആ ഒരു സുഖാനുഗ്രഹങ്ങൾ ഇങ്ങനെ ഉല്ലസിക്കുന്നുണ്ടാവൂലേ. സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇങ്ങനെ ഇതൊക്കെ അങ്ങനെ അറിഞ്ഞിട്ടല്ലേ അവരില്ലേ, ചെറിയ കുട്ടികൾ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയാ, കാലുകൾ ഇങ്ങനെ പൊക്കിയിട്ട് ഞാൻ വലിയ ആളാണെന്ന് കാണിച്ചിട്ട് യുദ്ധത്തിന് പുറപ്പെട്ട എത്ര ചരിത്രങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുബ്ഹാനല്ലാ അല്ലെ. അവര് അവര് സന്തോഷത്തോടെയാണ് ആ മരണം വരിച്ചത്. അവര് വിജയമായിട്ടാണ് കണ്ടത് അതിനെ. നമുക്ക് ഇതിന്റെ ഈ ഗുണങ്ങൾ നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാനോ അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാനോ നമുക്ക് കഴിയാത്തത്. സുബ്ഹാനല്ലാഹ്. ഇനിയെങ്കിലും അല്ലെ നമുക്കത് ആത്മാർത്ഥതയോടെ ദുആ ചെയ്യാൻ, ഇഖ്ലാസോടെ ഈ കാര്യം നമുക്ക് ദുആ ചെയ്യാൻ അള്ളാഹു വിധി കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അത്തരമൊരു സാഹചര്യം വരുമ്പോ നമുക്കതിന് ഇറങ്ങി പുറപ്പെടാനുള്ള ആ ഈമാനികമായ കരുത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെയോ അത് മാത്രല്ല അല്ലെ, പിന്നെ പറഞ്ഞത് എന്താണ്, അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് സന്തോഷം മാത്രമല്ല, അവരുടെ കൂട്ടത്തിലേക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന രക്തസാക്ഷികളാകുന്ന തങ്ങളുടെ സഹോദരങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ടിട്ടും അവർക്ക് അവിടെ സന്തോഷം ഉണ്ടാവുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതിനും കൂടി അവർക്ക് സൗഭാഗ്യമുണ്ട് അല്ലെ. അവർക്ക് മാത്രല്ല, അവർക്ക് ശേഷം വരാനിരിക്കുന്ന ആളുകളെ കുറിച്ചും. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല്, അള്ളാഹുവിങ്കിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചതും ലഭിക്കുന്നതുമായ ഔദാര്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പുറമെ അവരെ പുളകം കൊള്ളിക്കുന്ന മറ്റൊരു കാര്യം, അതായത് സത്യവിശ്വാസികൾക്ക്, അവർ രക്തസാക്ഷികളാകട്ടെ അല്ലാത്തവരാകട്ടെ, പൊതുവെ ലഭിക്കുവാനിരിക്കുന്ന വമ്പിച്ച പ്രതിഫലങ്ങൾ. സത്യവിശ്വാസികൾക്ക് ഓൾറെഡി അള്ളാഹുവിന്റെ അടുക്കൽ എന്താണ്, വമ്പിച്ച പ്രതിഫലം ഉണ്ട് അല്ലെ, വമ്പിച്ച പ്രതിഫലം ഉണ്ട്. അപ്പൊ അതും കൂടി, അപ്പൊ ഒന്നും കൂടി മാറ്റി കൂട്ടും അല്ലെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം പഠിച്ച് പാസ്സായി, പിന്നെ മാർക്ക് കിട്ടി, അതിനുള്ള സമ്മാനം അംഗീകാരം കിട്ടി, കൂട്ടത്തില് സ്പെഷ്യൽ ആയിട്ട് ഒരു പരിഗണിച്ചിട്ട് ഒരു സ്പെഷ്യൽ പ്രൈസ് കിട്ടുമ്പോ അല്ലെ, നമുക്ക് ഈ ദുനിയാവിൽ അതെന്തെന്നില്ലാത്ത സന്തോഷവും ആനന്ദവും നൽകുന്നുണ്ടെങ്കിൽ, നാളെ റബ്ബിന്റെ അടുത്ത് ഇതുപോലെ എന്താ പറയാ, ഒരു പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ട്, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ അടുത്ത് ആ പ്രത്യേകക്കാരായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് വിധി കൂട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ചില നബി വചനങ്ങൾ നമുക്ക് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, മരണപ്പെട്ടു പോയിട്ട് അള്ളാഹുവിങ്കിൽ നിന്ന് നന്മ ലഭിക്കുന്ന ഒരു ആത്മാവിനും തന്നെ ഇഹലോകത്തേക്ക് മടങ്ങി വരുന്നത് സന്തോഷകരമായിരിക്കില്ല, ഷഹീദ് ഒഴികെ. അതായത് അവൻ ഷഹാദത്തിന്റെ രക്തസാക്ഷിയായി മരിക്കുന്നതിന്റെ ശ്രേഷ്ഠത കണ്ട് അനുഭവിക്കുന്നത് കൊണ്ട് അവൻ ഇഹലോകത്തേക്ക് മടങ്ങി വന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടി കൊല്ലപ്പെടുന്നത് അവന് സന്തോഷകരമായിരിക്കും. രക്തസാക്ഷിത്വം വഹിച്ച് മരണപ്പെട്ട ഒരാൾക്ക് ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹം ഉണ്ടാവും പറയും. സന്തോഷമായിരിക്കും, ഒന്നും കൂടി രക്തസാക്ഷിയായിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് അവൻ ആഗ്രഹിക്കും. സുബ്ഹാനല്ലാഹ്. അതുപോലെ മറ്റൊരു ഹദീസിൽ പറയുന്ന, ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പിതാവ് ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയും അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് തുണി നീക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയായി. സ്വഹാബികൾ എന്നെ വിലക്കിക്കൊണ്ടിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയുണ്ടായില്ല. അവിടുന്ന് പറഞ്ഞു, കരയേണ്ട, അദ്ദേഹം ഉയർത്തപ്പെടുന്നത് അതായത് അദ്ദേഹത്തിന്റെ ജനാസ എടുക്കപ്പെടുന്നത് വരെ മലക്കുകൾ അവരുടെ ചിറകുകൾ അദ്ദേഹത്തിന്റെ തണലേക്ക് കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. മലക്കുകളുടെ ചിറകുകളുടെ തണൽ ഇങ്ങനെ രക്തസാക്ഷിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഉഹദിന്റെ ദിവസം നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ആപത്ത് പിണിഞ്ഞപ്പോൾ അവരുടെ ആത്മാക്കളെ അള്ളാഹു പച്ചവർണ്ണമുള്ള ചില പക്ഷികളുടെ ഉള്ളങ്ങളിലാക്കിയിരിക്കുന്നു. അവ സ്വർഗത്തിലെ അരുവികളിൽ നിന്ന് വെള്ളം കുടിക്കുന്നു, അതിലെ ഫലങ്ങളിൽ നിന്ന് തിന്നുകയും ചെയ്യുന്നു. അർശിന്റെ തണലിലുള്ള സ്വർണ്ണ കിനാരി, അതായത് വിളക്കുകളിൽ അവ ചെന്ന് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തങ്ങളുടെ ഭക്ഷണപാനീയങ്ങൾ വിശ്രമസ്ഥാനത്തിന്റെ മെച്ചവും കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നത് ഞങ്ങളുടെ സഹോദരങ്ങൾ കണ്ടെങ്കിൽ എത്ര നന്നായേനെ. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ അല്ലേ, സ്വർഗത്തിലെ അരുവികളിൽ നിന്ന് വെള്ളം കുടിക്കുന്നു, അതിലെ ഫലങ്ങളിൽ നിന്ന് തിന്നുന്നു, പിന്നെ അർഷിന്റെ തണലിലുള്ള സ്വർണ്ണ വിളക്കുകളിൽ ചെന്ന് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ അല്ലെ, ഭക്ഷണവും താമസ സ്ഥലവും അതൊക്കെ കണ്ടപ്പോ അള്ളാഹു ഞങ്ങൾക്ക് ചെയ്തു തന്നത് ഞങ്ങളുടെ സഹോദരങ്ങൾ കണ്ടെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ സമരത്തിൽ താല്പര്യക്കുറവ് കാണിക്കാതെയും യുദ്ധത്തിന് മടിക്കാതെയും ഇരുന്നേനെ.
യുദ്ധത്തിന് പോകാതെ മടിച്ചിരുന്ന ആളുകൾ ഇതറിഞ്ഞിരുന്നെങ്കിൽ ലേ സുബ്ഹാനല്ലാഹ് പറയുന്നു. അപ്പൊ അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വിവരം അവർക്ക് എത്തിച്ചു കൊടുത്തുകൊള്ളാം. അങ്ങനെയാണ് ഈ സൂറത്തിലെ 169 മുതൽ 171 വരെയുള്ള ആയത്തുകൾ അവതരിപ്പിച്ചെന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അഹ്മദും ഇബ്നു ജരീർ റളിയല്ലാഹു ഒക്കെ നിവേദനം ചെയ്ത ഹദീസിലാണ് പറയുന്നത്, ശുഹദാക്കൾക്ക് അവരുടെ ആഹാരം സ്വർഗത്തിൽ നിന്ന് രാവിലെയും വൈകുന്നേരവും എന്നും വന്നിരിക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അക്ബർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരായത്തും കൂടി നമുക്ക് പറയാനുണ്ട് ഇതിൽ. യസ്തബ്ശിറൂന ബിനിഅമതിൻ മിനല്ലാഹി വഫദ്ലിൻ വഅന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഅ്മിനീൻ. 171 ആയത്ത്. അതായത് സ്വർഗത്തിലെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലേ. فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون يستبشرون بنعمة من الله يستبشرون അവർ സന്തോഷമടയുന്നു ബിനിഅമത്തിൻ മിനല്ലാഹ് അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ അനുഗ്രഹം കൊണ്ട്, വഫദ്ലിൻ അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യവും കൊണ്ട്, വഅന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല ലാ യുദിഉ അജ്റൽ മുഅ്മിനീൻ ലാ യുദിഉ പാഴാക്കുകയില്ല, വെറുതെയാക്കുകയില്ല, വൃഥാവിലാക്കുകയില്ല അജ്റൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടെ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും ഹൃദയത്തോട് ചേർത്ത് വെക്കാം. വഅന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഅ്മിനീൻ വിശ്വാസികളുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കി കളയുകയില്ല. അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ഒരുപാട് അജർ വാങ്ങണ്ടേ അല്ലെ, ഒരുപാട് കൂലി വാങ്ങണ്ടേ, നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് നേടിയെടുക്കണ്ടേ. ഇൻഷാ അള്ളാഹ് അള്ളാഹു തആല അതിലേക്ക് നമുക്ക് എത്തുന്ന രീതിയിൽ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കാൻ, നമ്മുടെ വാക്കുകൾ നല്ലതാക്കാൻ, നമ്മുടെ കേൾവികൾ നല്ലതാക്കാൻ, നമ്മുടെ നടത്തം അല്ലെ, നമ്മുടെ ഇരുത്തം, നമ്മുടെ പിടുത്തം എല്ലാം 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 അള്ളാഹുവിനുള്ള ഇബാദത്താക്കി മാറ്റാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഉടുക്കുന്ന വസ്ത്രം, നമ്മൾ താമസിക്കുന്ന പാർപ്പിടം എല്ലാം ഹലാലായിരിക്കണം, അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ. പിന്നെ വീണ്ടും 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 നമ്മള് ദുനിയാവിന്റെ ഓരോ ഇതിൽ പെട്ടുപോവാണ് ആൾക്കാര്. ഞാൻ ഒന്നും കൂടി ഉണർത്താണ്, നേരത്തെ പിന്നെ അറിവില്ലായ്മ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും പലിശ പോലെയുള്ള ഹറാമായ കാര്യങ്ങളിൽ പെട്ടുപോയ ആളുകൾ ഒരുപാട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കാതെ അതിന് വേണ്ട എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെ കയ്യിൽ എന്തെങ്കിലും തരത്തില് വിൽക്കാനുള്ള എന്തെങ്കിലും വസ്തുവകകൾ ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് ആ പലിശയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ എന്താക്കുക, ഒരു മോചനം നേടാൻ എല്ലാവരും തയ്യാറാകാം. പലിശ സംബന്ധമായ ഇടപാടുകൾ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അതിപ്പം വിറ്റാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, അള്ളാഹു അതിനൊരു വഴി എന്തായാലും കാണിച്ചു തരും, ഉറപ്പായിട്ടും. കാരണം നമ്മൾ പലിശയിൽ കുടുങ്ങിക്കിടക്കുന്ന കാലത്തോളം നമ്മളോട് അള്ളാഹു അവന്റെ റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അള്ളാഹു റസൂൽ യുദ്ധം പ്രഖ്യാപിച്ച ഒരാളെ സഹായിക്കാൻ ആർക്കാ കഴിയുക? ആർക്കും കഴിയൂല. മിഷ്കാത്ത് ഗ്രൂപ്പ് വിചാരിച്ചാലും കഴിയൂല, ഈ ലോകത്തുള്ള സകല ആൾക്കാരും വിചാരിച്ചാലും കഴിയൂല. അതുകൊണ്ടാണ് പലപ്പോഴും പലിശ സംബന്ധമായ കാര്യങ്ങളിൽ വല്ലാതെ ഇടപെടാത്തത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ മുമ്പില് ആ പലിശയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ അത് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കാം. പെൺകുട്ടികൾക്ക് ചില ഉമ്മമാരില്ലേ, പെൺകുട്ടികളെ കെട്ടിച്ചിട്ടാണ് കടം ലോണ് പലിശക്ക് അയച്ചിട്ടുണ്ടാകാം. ആ പെൺകുട്ടികൾക്ക് കൊടുത്ത സ്വർണം വാങ്ങിയിട്ട് എന്താക്കി, നിങ്ങൾ വിൽക്ക്. നിങ്ങളെ സ്വന്തം മക്കളല്ലേ ഈ ഹറാമിയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മക്കളോട് പറഞ്ഞിട്ട് അത് വാങ്ങ്, എന്നിട്ട് അത് വിൽക്ക്, എന്നിട്ട് ആ പലിശ ലോണ് അത് തീർക്ക്. എന്നിട്ട് സമാധാനത്തില് വാടക വീട്ടിലാണെങ്കിൽ വാടക വീട്ടിൽ നിങ്ങൾ അള്ളാഹു ഒരു വഴി നമ്മളെ മുമ്പിൽ തുറന്നു തരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്ന് പറഞ്ഞ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആര്, അവൻ അള്ളാഹു ഒരു പോം വഴി തുറന്നു തരും. വഹുവ യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന് പറഞ്ഞ്, നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു നമുക്ക് റിസ്ക് നൽകും. ഈ വിശ്വാസം നമ്മൾ ഹൃദയത്തിൽ ആദ്യം ഉറപ്പിക്കും. എന്നിട്ട് ഈ സ്വർണവും അതും ഇതും വെച്ചിട്ട് പിന്നെയും ലോണ് പലിശ, ബാങ്കിൽ സ്വർണം പണയം വെച്ച ആളുകളാണെങ്കിൽ ആ സ്വർണം വിൽക്ക്, എന്നിട്ട് ആ ബാങ്കിൽ ഇടപാട് തീർക്കുങ്ങൾ. എന്തിനാന്ന് ഇത് പണയം വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? എന്തിനാണ് ആ ഹറാമ് നമ്മളെ തീറ്റുന്നത്? അതിലൊരു ബർക്കത്തും ഇല്ല, ഒരു എന്താ പറയാ, അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം ഉണ്ടാവും ചെയ്യില്ല. അള്ളാഹ് നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി ഒരു വഴിയുമില്ല, ഒരു ഗതിയും പരഗതിയും ഇല്ലാന്ന് വിചാരിക്കും. അപ്പോഴും നിരാശപ്പെടേണ്ട, അള്ളാഹുവിന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലേ. പ്രതീക്ഷയോടെ ദുആ ചെയ്യും, എന്റെ റബ്ബ് എന്നെ കാത്തുകൊള്ളും, എന്റെ വിഷയത്തിൽ ഒരു തീർപ്പ് ഉണ്ടാക്കി തരണം എന്ന് അള്ളാഹിനോട് പറഞ്ഞ് നേടിയെടുക്ക്. വിശ്വാസത്തോടെ ദൃഢവിശ്വാസം ഹൃദയത്തിൽ കൊണ്ടുപോവാ. എല്ലാത്തിനും കഴിവുള്ളവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മളെ
എപ്പോഴും ഓതുന്നുണ്ടെങ്കിൽ അവൻ എന്താ കഴിവില്ലാത്തത് അല്ലെ? നമ്മൾ എന്ത് വിഷമം വരുമ്പോ ഇനി എന്താ ചെയ്യാ, ഇപ്പൊ വേറെ ഒന്നും വഴിയില്ലാലോ, അതുകൊണ്ട് പിന്നെ എന്താക്കാ, അവരെ മുമ്പിൽ ഇതാക്കാ, പണയം വെക്കാ, അല്ലെങ്കിൽ ലോൺ എടുക്കുക, അല്ലാണ്ട് ഇപ്പൊ എന്താക്കാൻ എന്തിനാണ് അല്ലെ എന്ന് ചിന്തിച്ച് നോക്ക്. നമ്മളെ വിശ്വാസത്തിലേക്ക് നമ്മൾ കൊണ്ടുപോവാ അല്ലെ. പലപ്പോഴും ഒരു വീടെന്ന സ്വപ്നം, അതുപോലെ മക്കളുടെ വിവാഹം, ഈ വിഷയത്തിലാണ് കൂടുതലും കടബാധ്യതകൾ, ലോണും വരുന്നത്. എന്തിനാ ഈ അല്ലെ കലാകാല ജീവിതത്തിലെ സമാധാനം കളഞ്ഞിട്ട് ഈ ദുനിയാവിൽ കുറച്ച് സമാധാനം വാങ്ങാന്ന് വെച്ചിട്ട് ഒരു വീടുണ്ടാക്കും, എങ്ങനെ ലോൺ എടുത്തിട്ട്. ഒരു കാലത്തും സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ ലോൺ എടുത്തിട്ട് വീട് എടുക്കല്ല സഹോദരിമാരെ, ഞാൻ പറയും. ഇനിയെങ്കിലും ഈ ഒരു കാര്യത്തിലെ ഗൗരവം മനസ്സിലാക്ക്. വീട് വേണ്ട, മതി, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാം, സമാധാനത്തിൽ ഉറങ്ങും. പലിശയിൽ വീടെടുത്തിട്ട് എന്ത് സമാധാനത്തിൽ ഉറങ്ങാനാണ്? ഒരു സമാധാനം അവിടെ കിട്ടൂല. എന്തെങ്കിലും ഒരു വഴി റബ്ബ് തുറന്നു തരുന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കും. പട്ടിണി കിടന്നിട്ടെങ്കിലും നമ്മൾ സഹോദരങ്ങൾ എത്ര ആൾക്കാർ പട്ടിണി കിടക്കുന്നുണ്ടില്ലേ? പിന്നെ മനസ്സ് വെക്കണം. എല്ലാ ആൾക്കാര് നമ്മളെ ചുറ്റിലുള്ള ആളുകളെ കണ്ടറിയണം. ഇന്ന് പാവങ്ങൾ ഭയങ്കര പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നാളെ പണക്കാരാന്ന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരാം. ചോദിക്കല്ല, നിന്റെ മുമ്പിൽ ഇന്ന പോലെയുള്ള ആളുകൾ ഉണ്ടായിട്ടില്ലേ, ഇന്ന കഷ്ടപ്പാടുകൾ കൊണ്ട് പിന്നെ പ്രയാസപ്പെട്ടവരുണ്ടായിട്ടില്ലേ, നിന്റെ അടുത്ത് ഞാൻ കുറെ തന്നിനല്ലോ, എന്താ അവർക്ക് കൊടുക്കാതിരുന്നേ? നീ എന്താ അവർക്ക് കൊടുക്കാതിരുന്നത്? നീ എന്തുകൊണ്ട് അത് ചെലവഴിച്ചില്ല? എന്തുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചില്ല? ചോദിക്കും. നാളെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എല്ലാം ചോദിച്ചിട്ട് ആ വിചാരണ നിലയം കടത്തി വിടും. പാവങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ച് 500 വർഷം കഴിഞ്ഞിട്ട് പണക്കാര് സ്വർഗത്തിൽ പോകുന്ന പറയുമ്പോ വെറുതെ ഒന്നല്ല. ഓരോരുത്തരുടെ വിഷമം കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു, സുബ്ഹാനല്ലാ നമ്മൾ എന്നിട്ട് ഇങ്ങനെ പിന്നെയും സുഖങ്ങൾ ഇങ്ങനെ വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമത്തില. നമ്മളൊരു ദിവസം ചിക്കൻ കൂട്ടാണ്ടായ 500 മാറ്റി വെക്ക്, ആർക്കെങ്കിലും കൊടുക്കാൻ വിചാരിക്കി. അന്ന് നമ്മൾ വെറും തക്കാളി കറി കൂട്ടിയാൽ മതി. ഞാന് നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് മാസത്തിൽ സഹായം കൊടുക്കുന്ന കുറെ ആൾക്കാർ എനിക്കറിയാം. അതിലൊരു ബാലികാരുടെ ഒരു പെൺകുട്ടി കുറച്ചൊരു എന്താ പറയാ, മാനസികമായിട്ട് ഒരു ചെറിയൊരു പ്രയാസമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിന്. ഒന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എന്നോട് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. പണ്ട് ചെറുപ്പത്തിലേ ആ വീട്ടു ജോലിക്ക് പോയിട്ട് ഇങ്ങനെ ജീവിച്ചിട്ട് എല്ലാവർക്കും അനിയത്തിമാരെയും അനിയന്റെ എല്ലാം കല്യാണം കഴിഞ്ഞു. അതിന് കല്യാണം കഴിഞ്ഞിട്ടില്ല, കഴിപ്പിച്ചിട്ടില്ല. അതിങ്ങനെ വീട്ടു ജോലി എടുത്തിട്ട് എല്ലാവരെയും പോച്ചി. എന്നിട്ട് എന്നോട് പറയുന്നു, പിന്നെ അധികം ഫോൺ വിളിക്കും ഇങ്ങനെ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിഷമം വരുമ്പോ രാത്രിയിലുണ്ടോ വിളിക്കുന്നു. സുബ്ഹാനല്ലാ. അപ്പൊ എന്താ ഭക്ഷണം കഴിച്ചാ, എന്താ കാര്യം വെച്ചാൽ എപ്പോഴും തക്കാളി കറി ആയിരിക്കും. നമുക്ക് കേട്ടിട്ട് മീനൊന്നും വാങ്ങലില്ല. അപ്പൊ അതിനെല്ലാം എത്ര പൈസ, മീനൊന്നും വാങ്ങലില്ല, കോഴി ഇറച്ചി ഒന്നും വാങ്ങലില്ല. അപ്പൊ ഒന്നെങ്കിൽ പരിപ്പ്, അല്ലെങ്കിൽ തക്കാളി കറി, അല്ലെങ്കിൽ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, കഞ്ഞി. ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആദ്യം അവർക്ക് 1000 രൂപ നമ്മൾ മാസത്തിലും കൊടുക്കലുണ്ടായിട്ടുള്ളൂ. പിന്നെ എനിക്ക് കാര്യങ്ങൾ ഇങ്ങനെ അറിയുമ്പോ സത്യം ഭയങ്കര വിഷമം തോന്നിപ്പോയി. ഇങ്ങനെയും ആൾക്കാർ ജീവിക്കുന്നുണ്ട് ദുനിയാവില്. നമ്മളെ വീട്ടിൽ ഒരു ദിവസം മീനില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചിക്കൻ ഇല്ലെങ്കിൽ പ്രശ്നമായിരിക്കൂലേ അല്ലെ? എല്ലാ ദിവസവും തക്കാളിക്കറി 2-3 ദിവസം അടുപ്പിച്ച് തക്കാളിക്കറി ഒന്ന് വെച്ചോടുത്ത് നോക്ക് മക്കൾക്ക്. ഇങ്ങനെ ജീവിക്കുന്നുണ്ട് ആൾക്കാർ. ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടിന്, ഒരു എന്താ പറയുക, വെള്ളം മാത്രം കുറെ ദിവസമായിട്ട് വെള്ളം മാത്രം കുടിക്കുന്ന പറഞ്ഞ ഫലസ്തീനിലുള്ള അവസ്ഥ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ ചുറ്റിലുള്ളവരെ നമ്മൾ കാണാനും അവരെ അറിഞ്ഞ് നമ്മൾ സഹായിക്കാനും നമ്മൾ തയ്യാറാകണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അവന്റെ സ്വർഗത്തിലെ ഉന്നതമായ ദർജയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മൾ വെറും നിസ്കരിച്ച് നോമ്പെടുത്ത് ഖുർആൻ ഓതി ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത് അങ്ങനെ വീട്ടിലിരുന്നാലൊന്നും പോരാ. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒരുപാടുണ്ട് നമ്മളോട്. നാളെ ഇതെല്ലാം റബ്ബ് ചോദിക്കും. അതിനെല്ലാം നമുക്ക് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അള്ളാഹു അതിനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. അതിന് ചെറിയ രൂപത്തിലെങ്കിലും എല്ലാവരും ഭാഗവാക്കാകുക. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ ഖലാസോട് കൂടിയുള്ള കർമ്മങ്ങളാക്കി തരട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിൽ പ്രതിഫലാർഹമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യവും ആഫിയത്തും നമുക്ക് അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നിന്റെ തൃപ്തിക്കും പ്രീതിക്കും വേണ്ടി മാത്രമാണ് റബ്ബേ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ അള്ളാഹുവെ, അത് എനിക്കും കേൾക്കുന്നവർക്കും എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്ന രീതിയിലാക്കി തരണേ റഹ്മാനെ. എന്തെങ്കിലെല്ലാം ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ, നല്ലതായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഉന്മേഷവും ഉത്സാഹവും നിലനിർത്തരണേ റഹ്മാനെ. അലസതയിൽ നിന്നും മടിയിൽ നിന്നും ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. നീ നൽകിയതിൽ നിന്ന് ചിലവഴിക്കാനുള്ള വിശാലമായ മനസ്സ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീര രക്തസാക്ഷിത്വം വഹിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതിലൂടെ അവർക്ക് നീ വാഗ്ദാനം ചെയ്ത ആ സുഖാനുഗ്രഹങ്ങൾ അനുഭവിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അറിവില്ലായ്മ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും പലപ്പോഴും പല തെറ്റുകളും ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട് അള്ളാഹുവേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ തിന്മകളെല്ലാം നീ നന്മകളാക്കി മാറ്റി തരണേ റഹ്മാനെ. ചെയ്തു പോയ തിന്മകൾക്കെല്ലാം പകരമായി ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ആരോഗ്യവും ആഫിയത്തും അവസരങ്ങളും ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ.
ഞങ്ങളിൽ നിന്നും രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹുവേ രോഗശമനവും ശിഫയും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ക്ഷമ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അല്ലാഹുവേ. അവിടെ എല്ലാ കടബാധ്യതകളും തീർത്തു കൊടുത്ത് സമാധാനമുള്ള ഒരു ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ഖജനാവിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലാഹുവേ, നീ അത് നൽകി അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മനസ്സറിഞ്ഞ് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ലാഹുവേ. എല്ലാവർക്കും നീ ഒരു പോകും വഴി കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരു വഴി തുറന്നു കൊടുക്കണേ റഹ്മാനെ. വീടില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് താമസിക്കാൻ സൗകര്യമുള്ള ഒരു വീട് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹുവേ നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന വലിയൊരു പരീക്ഷണമാണ് ഇണകളെ ലഭിക്കുന്ന വിഷയത്തിൽ. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം അല്ലാഹുവേ, മക്കളുള്ള ഓരോ മാതാപിതാക്കളും ഈ ഒരു വിഷയത്തിൽ പ്രയാസപ്പെടുകയാണ് അല്ലാഹുവേ. എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അനുയോജ്യരായ നല്ല ഇണകളെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയ മക്കൾ അല്ലാഹുവേ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. വരും തലമുറകളിൽ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന കൺകുളിർമയുള്ള നല്ല മക്കളാക്കി നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കുടുംബത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മുമ്പിൽ നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട് അല്ലാഹുവേ. ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്നവരുണ്ട് അല്ലാഹുവേ. ഞങ്ങൾക്ക് ജന്മം നൽകിയവരുണ്ട് അല്ലാഹുവേ. ഞങ്ങളുടെ കൂടപ്പിറപ്പുകളുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരുണ്ട് അല്ലാഹുവേ. അവർക്കൊക്കെയും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ സ്വർഗത്തിൽ അല്ലാഹുവേ നിന്നെ കണ്ടുമുട്ടുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. കത്തിയാളുന്ന കഠിന കഠോരമായ നരകശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.